സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അധ്യാപകർ റീൽസ് ചിത്രീകരിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി വന്നിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് അലി കിനാലൂരാണ് ഈ പരാതി കൊടുത്തത്. ക്ലാസ് മുറികളിൽ പോലും റീൽസ് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. വിദ്യാർത്ഥികളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണ്. ആദ്യം നമുക്ക് ഈ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. ഇത് പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല ചിത്രീകരിക്കുന്നത് എന്നതാണ്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാണെങ്കിൽ നമുക്ക് അങ്ങനെ ന്യായീകരിക്കാവുന്നതാണ്. രണ്ടാമത്തൊരു പ്രശ്നം കുട്ടികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടാണ്. കുട്ടികളെ ഇതിൽ ഭാഗവാക്കാക്കുന്നു എന്നത് മാത്രമല്ല, അവരുടെ നിഷ്കളങ്കതയെ, അവരുടെ ആഹ്ലാദത്തെ, അവരുടെ സന്തോഷത്തെയൊക്കെ, ആ ഫീലിങ്സിനെയാണ് യഥാർത്ഥത്തിൽ ഇവർ ചിത്രീകരിക്കുകയും അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചില ആളുകളെങ്കിലും ആ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് അകത്ത് തീർച്ചയായും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം കുട്ടികളെ ഇങ്ങനെ, കുട്ടികളുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, കുട്ടികളുടെ ആഹ്ലാദങ്ങളെ ഇതിങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കേണ്ടതല്ല. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുകയാണ്. സമീർ, എന്താണ് വിവരങ്ങൾ? ഈ പുതിയ കാലത്തിന്റെ ട്രെൻഡാണ് ഈ റീൽസ് എന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ റീൽസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. പലപ്പോഴും അധ്യാപകർ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് റീൽസ് ചിത്രീകരിച്ച് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും അതുവഴി അധ്യാപകർക്ക് ഈ വരുമാനം ലഭിക്കുന്ന ഒരു ഘട്ടവുമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വിദ്യാർത്ഥികളുടെ സ്വകാര്യത മാനിക്കാതെ അധ്യാപകർ ഈ അമിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം റീൽസ് ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകിയിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് അലി കിനാലൂർ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഈ ക്യൂട്ട്നെസ്സും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഈ നിഷ്കളങ്കതയും ഒക്കെ തന്നെ ഇവർ ഷൂട്ട് ചെയ്തത് അതൊരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇത് പലപ്പോഴും ഈ പഠിക്കേണ്ട സമയങ്ങളിൽ മാത്രം ഇത് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ക്ലാസ് മുറികൾ അടക്കം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യലാണ്. ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അലി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണമല്ല, മറിച്ച് ഒരു പഠനത്തെ ഒരു തരത്തിൽ ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള അല്ലാത്ത രീതിയിലുള്ള ചിത്രീകരണത്തിനെതിരെയാണ് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. 2002 കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ചിത്രീകരണം അനുവദനീയമല്ല, അതിനെ റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവും ഈ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് ഇത്തരമൊരു ചിത്രീകരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വൈറൽ ദൃശ്യങ്ങളും വൈറൽ രംഗങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാവുകയും അത് വലിയ ശ്രദ്ധ വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ ഒരു വരുമാന മാർഗമാക്കി അധ്യാപകർ മാറ്റുന്നു. വിദ്യാർത്ഥികളുടെ നിഷ്കളങ്കതയും അവരുടെ വൈകാരികതയും ഒക്കെ തന്നെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പരാതിക്ക് ആധാരമായിരിക്കുന്ന കാര്യം. താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.